പുഴക്കുമധ്യേയുള്ള ചെറുതും വലുതുമായ നൂറുകണക്കിന് ദ്വീപുകൾ, പലതിലും ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു. ആസാം യാത്രക്കിടെ ഒരു ഗ്രാമം തേടിയാണ് ഞങ്ങൾ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തെത്തുന്നത്. ഹിമാലയത്തിൽ നിന്നാരംഭിച്ച് അരുണാചൽ വഴി ആസാമിലൂടെ ഇങ്ങനെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന ഭീമാകാരിയായ നദി. 18 കിലോമീറ്റർ വരെയുണ്ട് ചിലയിടങ്ങളിൽ ഈ നദിയുടെ വീതി. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന ഈ മഹാനദി കാലവർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇരുകര കവിഞ്ഞ് ആസാമിലൂടെ ഒഴുകി പരക്കും. അപ്പോൾ ഒരു കരയിൽ നിന്നാൽ മറുകര കാണില്ല. ജനവാസമുള്ള നൂറുകണക്കിന് ദ്വീപുകളുണ്ട് ബ്രഹ്മപുത്രയിൽ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ അവിടങ്ങളിൽ ജീവിക്കുന്നു. ലോകത്തിലെ മനുഷ്യവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ് ഇവിടെയാണ്. ഉമാനന്ദ എന്നാണ് പേര്. ഒരു ക്ഷേത്രപൂജാരിയും സഹായിയും മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. പുഴക്ക് മധ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും ബ്രഹ്മപുത്രയിൽ തന്നെ. മജൂലി. 300 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇവിടം 1.5 ലക്ഷത്തിലധികം പേർ ജീവിക്കുന്നുണ്ട്. ഇരുവശവും ജീവിക്കുന്നവർക്ക് വെള്ളവും അന്നവും നൽകിയൊഴുകുന്ന ബ്രഹ്മപുത്ര പക്ഷേ രൗദ്രഭാവം പൂണ്ടാൽ അവരുടെ ജീവിതം തന്നെ കടപുഴക്കിയെടുത്ത് ഒഴുകിപ്പോവാറുണ്ട്.